എല്ലാവർക്കും നമസ്കാരം. സഹകാരി റേസ് പ്ലസിന്റെ LPUP ബാച്ചിന്റെ ആദ്യത്തെ സൈക്കോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് അറിയാം എക്സാമിന് സൈക്കോളജി എന്ന സബ്ജക്റ്റിന് എത്ര മാർക്കാണുള്ളതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിൽ ആദ്യം തന്നെ ഞാനതൊന്ന് പറഞ്ഞോട്ടെ. 20 മാർക്കാണ് ഉള്ളത്. ആ 20 മാർക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ടോട്ടൽ 100 മാർക്കിൽ 20 മാർക്ക് സൈക്കോളജി എന്ന് പറയുമ്പോൾ അത്രയും ഒരു വാല്യുബിൾ ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് സൈക്കോളജി. നമ്മൾ വിചാരിക്കുന്നത് പോലെ വലിയ പ്രയാസമില്ല. എന്നാൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ആൻസർ സ്കോർ ചെയ്യാൻ പറ്റൂ. PVQ ഒക്കെ നമുക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ ഒരുപാട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യണം. ആശയങ്ങൾ നല്ല വ്യക്തമായിട്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് ആ കാര്യങ്ങൾ നന്നായിട്ട് ചെയ്തു വരാൻ പറ്റൂ. അപ്പം ഞാനിന്ന് ആദ്യമായിട്ട് നമുക്ക് നിങ്ങളുടെ മുന്നിലായിട്ട് ഞാൻ അവതരിപ്പിക്കുന്നത് ആദ്യത്തെ ഇൻട്രൊഡക്ഷനാണ്, സൈക്കോളജിയുടെ ഇൻട്രൊഡക്ഷൻ കേട്ടോ. അപ്പം സൈക്കോളജിയുടെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എന്തു ഈ മനഃശാസ്ത്രം എന്ന് വെച്ചാൽ എന്തായിരിക്കും? മനഃശാസ്ത്രം എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നൊരു കാര്യമുണ്ട്. എന്തുവാ? മനസ്സിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ, അതിനെക്കുറിച്ച് എന്തോ പഠിക്കുന്ന കാര്യമാണ് മനഃശാസ്ത്രം. ഇങ്ങനെയായിരുന്നു നമ്മളുടെ ഒരു ചിന്ത അല്ലേ. നമ്മൾ BEdകാരാണ്, നമ്മൾ TTCക്കാരാണ്, നമ്മൾ സബ്ജക്റ്റുകൾ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അത് പഠിച്ചതിന് ശേഷമാണ് നമുക്ക് മനസ്സിലായത് ഇതൊന്നുമല്ല കാര്യം, മനഃശാസ്ത്രത്തിന് വേറെ എന്തൊക്കെയോ കുറച്ച് ഡെഫിനേഷൻസ് ഉണ്ടെന്നല്ലേ. അതാണ് നമ്മൾ ഇനി അങ്ങോട്ടേക്ക് പഠിക്കാൻ പോകുന്നത് ഈ ഒരു ടോപ്പിക്കിനകത്ത്. ഇനി ഒരു PVQ ക്വസ്റ്റ്യൻ കണ്ടോ, മനഃശാസ്ത്രത്തിന്റെ പിതാവ് ആരാണെന്നുള്ളത്. ആദ്യം മനഃശാസ്ത്രം എന്താണെന്ന് മനസ്സിലാക്കാതെ മനഃശാസ്ത്രത്തിന്റെ പിതാവ് ആരാണെന്നുള്ള ഉത്തരം പെട്ടെന്ന് കിട്ടുമോ? അപ്പം ഇതിന്റെ ആൻസർ ഞാനിവിടെ കൊടുത്തിട്ടില്ല. നമുക്കിതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം 2 കൂട്ടർ കൂടെ ഒരുമിച്ച് ആൻസർ ചെയ്യാം. ഞാനും നിങ്ങളും കൂടെ ഒരുമിച്ച് ചേർന്നിട്ട് നമുക്ക് ഇതിനെ ആൻസർ ചെയ്യാം കേട്ടോ. രണ്ടാമത് ഇവിടെ ഒരു ചോദ്യമുണ്ട്, പ്രയുക്ത മനഃശാസ്ത്രത്തിൽ പെടാത്തതേത്? ഒരുപാട് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ ശരിയായിട്ട് ഉത്തരം തിരഞ്ഞെടുക്കണമെങ്കിൽ നമുക്ക് ഈ കണ്ടന്റ് നന്നായിട്ട് അറിഞ്ഞിരിക്കണ്ടേ. അപ്പം നമുക്ക് അകത്തോട്ട് പോയി നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന്. ഇദ്ദേഹത്തെ കണ്ടോ? ആരാ ഇങ്ങനെ? ഈ ഒരു വ്യക്തി ആരാണെന്ന് ഈ ഒരു പിക്ചർ ഒന്നും നമ്മൾ ചിലപ്പോൾ കണ്ടു കാണത്തില്ല. നമ്മൾ ജസ്റ്റ് എന്താണെന്നുള്ള കാര്യം അങ്ങ് പഠിച്ചു പോകത്തേ ഉള്ളൂ. ഇതാരാന്ന് ചോദിച്ചാൽ ഇത് റുഡോൾഫ് ഗോക്കലാണ്. റുഡോൾഫ് ഗോക്കൽ. ഇദ്ദേഹത്തെ പറ്റി തുടങ്ങിയാണ് നമ്മൾ ഈ ഒരു മനഃശാസ്ത്രത്തെക്കുറിച്ച് മുന്നോട്ട് പഠിക്കാൻ പോകുന്നത്. 1590 ജർമ്മൻ തത്വചിന്തകനായ റുഡോൾഫ് ഗോക്കൽ എന്ന വ്യക്തിയാണ് ആദ്യമായിട്ട് മനഃശാസ്ത്രം എന്ന പദം, അല്ലെങ്കിൽ മനഃശാസ്ത്രം എന്ന പദം, ആ ഒരു വാക്ക് ആദ്യമായിട്ട് ശാസ്ത്ര ലോകത്തേക്ക് കൊണ്ടുവന്നത്. 1590 അദ്ദേഹം മനഃശാസ്ത്രം എന്ന പദം ആദ്യമായിട്ട് ശാസ്ത്രലോകത്തേക്ക് കൊണ്ടുവന്നപ്പോൾ അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് എന്താണ് ഈ മനഃശാസ്ത്രം എന്നൊക്കെ ആധികാരികമായി പറയാനൊന്നും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഈ മനഃശാസ്ത്രം എന്ന ആ ഒരു വാക്കിനെ അദ്ദേഹം 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പറഞ്ഞു. അതായത് മനഃശാസ്ത്രം എന്ന ഈ ഒരു വാക്ക് 2 ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ഉണ്ടായത്, സൈക്കി ആൻഡ് ലോഗോസ്. സൈക്കി, ലോഗോസ് എന്നീ 2 ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് സൈക്കോളജി എന്ന പദം ഉണ്ടായത്. 1590 റുഡോൾഫ് ഗോക്കല് സൈക്കോളജി എന്ന പദം ആദ്യമായിട്ട് മനഃശാസ്ത്രത്തിലേക്ക് കൊണ്ടുവന്നു. അതോടൊപ്പം തന്നെ സൈക്കി ആൻഡ് ലോഗോസ് എന്നീ 2 ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് സൈക്കോളജി എന്ന പദം ഉണ്ടായത്. ഈ സൈക്കി എന്ന് വെച്ചാൽ എന്തുവാണെന്നറിയാമോ? ആത്മാവ്. ലോഗോസ് എന്ന് വെച്ചാൽ എന്താ? സയൻസ് അല്ലെങ്കിൽ അറിവ്. അപ്പൊ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ? ആത്മാവിനെ കുറിച്ചുള്ള ശാസ്ത്രമാണ്, ആത്മാവിനെ കുറിച്ചുള്ള അറിവാണ്, ആത്മാവിനെ കുറിച്ചുള്ള നോളജാണ് മനഃശാസ്ത്രം എന്നതായിരുന്നു ആദ്യമായിട്ട് ഈ റുഡോൾഫ് ഗോക്കലിന്റെ ഒരു ചിന്താഗതി. അല്ലെങ്കിൽ അദ്ദേഹം അന്ന് ആ ഒരു ശാസ്ത്രലോകത്തേക്ക് ഇത് കൊണ്ടുവന്നപ്പം മറ്റുള്ള എല്ലാ ആൾക്കാരെയും അക്സെപ്റ്റ് ചെയ്ത ഒരു വസ്തുത ഇതായിരുന്നു. എന്താണ്? ആത്മാവുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യമാണ് നമ്മുടെ സൈക്കോളജി, മനഃശാസ്ത്രം എന്ന് പറയുന്നത്. എന്നാൽ അവിടുന്ന് മാറി ആ ഒരു ഡെഫിനിഷൻ. ഇത്തരത്തിൽ ഇതിനു ശേഷം ഒരു 17-ാം നൂറ്റാണ്ടിൽ ആത്മാവിന്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്ന് കുറച്ചുകൂടെ ആധികാരികമായിട്ട് പറഞ്ഞ ആൾക്കാരാണ് പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, ഡെമോക്രീറ്റസ്, സോക്രട്ടീസ് എന്നിവർ. അവർ ഒന്നുകൂടെ നമ്മുടെ ഈ റുഡോൾഫ് ഗോക്കൽ പറഞ്ഞ ആ അഭിപ്രായത്തോട് ഒന്നുകൂടെ ശക്തമായി ഒന്നുകൂടെ സംസാരിച്ചു. എന്താ പറഞ്ഞു? ഈ ആത്മാവിന്റെ ശാസ്ത്രം തന്നെയാണ് മനഃശാസ്ത്രം, അതുമായിട്ട് ബന്ധപ്പെട്ട പഠനങ്ങളൊക്കെ ഇവർ നടത്തിക്കൊണ്ടിരുന്നു. എന്നാൽ ഒരു പ്രശ്നം ഉണ്ടായി. നമ്മുടെ മരണശേഷം ആത്മാവിന് എന്ത് സംഭവിക്കുന്നു? ആത്മാവ് ഉൽപ്പത്തി എവിടെ നിന്നാണ്? അതും മനുഷ്യന്റെ സ്വഭാവവുമായിട്ട് ഏത് രീതിയിൽ പൊരുത്തപ്പെടുന്നു എന്നതിനെ കുറിച്ചൊന്നും പറയാൻ ആർക്ക് കഴിഞ്ഞില്ല? ഇവർക്ക് ആർക്കും കഴിഞ്ഞില്ല. നമ്മുടെ റുഡോൾഫ് ഗോക്കലിനായിക്കോട്ടെ, പ്ലേറ്റോയ്ക്കായിക്കോട്ടെ, അരിസ്റ്റോട്ടിലിനായിക്കോട്ടെ, ഡെമോക്രീറ്റസിനായിക്കോട്ടെ, സോക്രട്ടീസിനായിക്കോട്ടെ, ഇവർക്ക് ആർക്കും ഈ ഒരു കാര്യത്തെക്കുറിച്ച് വ്യക്തമായ അഭിപ്രായം പറയാൻ കഴിഞ്ഞില്ല. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഈ വാദം എന്തുവാ? അന്നേരെ തള്ളിപ്പോയി. അങ്ങനെ 17-ാം നൂറ്റാണ്ടിൽ വന്ന ഈ ഒരു അഭിപ്രായം മാറി. പിന്നീട് ഏകദേശം ഒരു 17-ാം നൂറ്റാണ്ടിന്റെ അവസാനം
18ാം നൂറ്റാണ്ടിന്റെ ആദ്യമൊക്കെ ആയപ്പോഴത്തേന് മനസ്സിന്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞു. അതാരൊക്കെയാ പറഞ്ഞേ? ജോൺ ലോക്ക്, കാന്റ്, ഹോബ്സ്, ഡെസ്കാർട്സ്, അങ്ങനെ ഒത്തിരിയും പേര്, ഈ ഒരു 3-4 പേര് കൂടുതലും ശക്തമായ രീതിയിൽ പറഞ്ഞു ആത്മാവിന്റെ കാര്യമല്ല മനഃശാസ്ത്രം, പകരം എന്തിന്റെയാണ്? മനസ്സിനെ കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം. ആരൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞത്? നമ്മുടെ ജോൺ ലോക്ക്, കാന്റ്, ഹോബ്സ്, ഡെസ്കാർട്സ് എന്നിവരാണ് ആത്മാവിന്റെ ശാസ്ത്രമല്ല, പകരം മനസ്സിന്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത്. ഓക്കെ, ഈ ഒരു വാദവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കിയപ്പം മനസ്സും ശരീരവും നമുക്കറിയാം, മനസ്സും ശരീരവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. എന്നാൽ കോൺഷ്യസ് ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സുമായിട്ടും അല്ലെങ്കിൽ അതിന്റെ ശാരീരിക പ്രവർത്തനങ്ങളുമായിട്ടും ഏത് രീതിയിൽ കൂട്ടിയോജിപ്പിക്കാൻ കഴിയുന്നു എന്ന കാര്യങ്ങളെക്കുറിച്ച് ഇവർക്ക് അഭിപ്രായം പറയാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ ഒരാളുടെ വ്യക്തിത്വം രൂപീകരിക്കുന്നതിൽ മനസ്സ് എത്രമാത്രം സ്വാധീനിക്കുന്നു എന്നതിനെ കുറിച്ചൊന്നും പറയാൻ ആർക്ക് കഴിഞ്ഞില്ല? ഈ ശാസ്ത്രജ്ഞന്മാർക്ക് കഴിഞ്ഞില്ല. അങ്ങനെ ഈ വാദവും തള്ളിപ്പോയി. അതിനുശേഷമാണ് തുടർന്ന് ഒരു 19ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തോടെ ബോധമണ്ഡലത്തിന്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം, അതായത് കോൺഷ്യസ് ആയിട്ടിരിക്കുന്ന ഒരു മനസ്സിനെ കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞു. അവിടെ ആരൊക്കെയാ പറഞ്ഞെന്ന് ചോദിച്ചാൽ നമ്മുടെ വില്യം ജെയിംസും വില്യം വൂണ്ടുമാ പറഞ്ഞേ. ആ ശാസ്ത്രജ്ഞന്മാരുടെ പേര് നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കോണം. ആരൊക്കെയാ? വില്യം ജെയിംസും അതുപോലെ തന്നെ വില്യം വൂണ്ടും. ഓക്കെ, നമ്മള് ഇവിടെ തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞായിരുന്നു, മനഃശാസ്ത്രത്തിന്റെ പിതാവ് ആരാണെന്ന്. ഞാനിപ്പോൾ ഒരു ക്ലൂ തരുക, ഇവരിൽ ഒരാളാണ് കേട്ടോ മനഃശാസ്ത്രത്തിന്റെ പിതാവ്. അപ്പം അതവിടെ നിൽക്കട്ടെ, നമുക്ക് അതിന്റെ ലാസ്റ്റ് ആൻസർ നോക്കാമേ. ഇപ്പൊ എങ്ങനെയാ പറഞ്ഞത്? ബോധമണ്ഡലത്തിന്റെ ശാസ്ത്രമാണ് നമ്മുടെ മനഃശാസ്ത്രം. അതാരാ പറഞ്ഞേ? വില്യം ജെയിംസും വില്യം വൂണ്ടും കൂടെ പറഞ്ഞു. ഓക്കെ, അപ്പോഴും അവിടെ ഒരു പ്രശ്നമുണ്ട്. ബോധമായിട്ടിരിക്കുന്ന കാര്യം മാത്രമേ പറയുന്നുള്ളൂ. അബോധ മനസ്സിന് പ്രാധാന്യമില്ലേ? നമ്മൾ ഏതൊരു വ്യക്തിക്കും ബോധമനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സ് എന്നീ 3 തലങ്ങളാണ് ഉള്ളത്. എന്നാൽ ഉപബോധ മനസ്സിനെ കുറിച്ചും അവബോധ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കറിയാം. അബോധ മനസ്സിലുള്ള ചില ചിന്താഗതികൾ, ചില ധാരണകൾ, ചില കാഴ്ചപ്പാടുകളും ഒക്കെയാണ് ബോധമണ്ഡലത്തിലേക്ക് വരുന്നതും അതിലൂടെ ഒരു മനുഷ്യനെ തന്റെ സമൂഹവുമായിട്ട് കൂട്ടിയിണക്കുന്നതും പൊരുത്തപ്പെടിയിപ്പിക്കുന്നത്. അഡ്ജസ്റ്റ്മെന്റ് എന്നൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ? സമായോജനം എന്നൊക്കെ. അഡ്ജസ്റ്റ്മെന്റിന്റെ മലയാളമാണ് സമായോജനം. സൈക്കോളജി പഠിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നന്നായിട്ട് മലയാളം ടേംസ് മനസ്സിലാക്കുക കേട്ടോ. ഇംഗ്ലീഷ് ടേംസ് അല്ല, നമുക്ക് വേണ്ടത് മലയാളം ടേംസ് ആണ് കേട്ടോ. ആ കാര്യം ശ്രദ്ധിക്കുക. അപ്പൊ അത്തരത്തിൽ ഒരു മനസ്സ് എങ്ങനെ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ അബോധ മനസ്സുവിന്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ചിന്താഗതികൾ, അവിടെയുള്ള പല കാര്യങ്ങളും എങ്ങനെ ഒരു വ്യക്തിയിൽ സ്വാധീനിക്കുന്നു എന്നതിനെ കുറിച്ച് പറയാൻ ആർക്ക് കഴിഞ്ഞില്ല? ഈ വില്യം ജെയിംസിനായിക്കോട്ടെ, വില്യം വൂണ്ടിനായിക്കോട്ടെ, ഇങ്ങനെയുള്ള ആർക്കും കഴിഞ്ഞില്ല. ചുരുക്കം പറഞ്ഞാൽ ഈ വാദവും തള്ളപ്പെട്ടു പോയി. ഏറ്റവും അവസാനം 20ാം നൂറ്റാണ്ടോടെ ഈ ചിന്താഗതികൾക്കെല്ലാം മാറ്റം വന്ന് ലാസ്റ്റ് ഒരു ഡെഫിനിഷൻ നമുക്ക് വന്നു. വ്യവഹാരത്തിന്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം. എന്തോ വ്യവഹാരം? വ്യവഹാരം എന്ന് വെച്ചാൽ ബിഹേവിയർ എന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ പെരുമാറ്റം. ഒരു വ്യക്തി, ഇപ്പൊ നിങ്ങൾ എന്നെ കാണുന്നു, ഇപ്പൊ എന്നെ കണ്ടു, എന്റെ ചിരി കണ്ടു, എന്റെ സംസാരം കണ്ടു, എന്റെ ഭാഷാ ശൈലി കണ്ടു, ഞാൻ നിങ്ങളായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് കണ്ടു. ഇതാണ് എന്റെ ബിഹേവിയർ എന്ന് പറയുന്നത്. ഇപ്പൊ കാണുന്നതുമായിട്ട് ബന്ധപ്പെട്ട് 2 ദിവസം കഴിഞ്ഞ് നിങ്ങൾ എന്നെ വഴി വെച്ച് കാണുവാണെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യുന്നത്, അതായിരിക്കും എന്റെ ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരാളുടെ പുറമേ നിന്നുള്ള ആ ഒരു ബിഹേവിയർ എങ്ങനെയാണ് എന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ വ്യവഹാരത്തിന്റെ ശാസ്ത്രമാണ് ഒരു വ്യക്തിയുടെ വ്യവഹാരം, ഒരാളുടെ ബിഹേവിയർ എങ്ങനെയാണ് എന്നതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും ആ വ്യക്തിയുടെ വ്യക്തിത്വം, അവരുടെ കാഴ്ചപ്പാട്, അവർ സമൂഹമായിട്ട് ഇടപഴകുന്ന രീതി, അതിലൂടെ വരുന്ന മാറ്റങ്ങൾ, ഇങ്ങനെയുള്ള ചിന്താഗതികളെല്ലാം. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ 20ാം നൂറ്റാണ്ടോടെ എന്താണ് വന്നത്? വ്യവഹാരത്തിന്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം. ബിഹേവിയറിനെ കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞു. അതിൽ പ്രധാനമായിട്ടുള്ള ആൾക്കാർ ആരൊക്കെയായിരുന്നു അങ്ങനെ പറഞ്ഞത്? നമ്മുടെ JB വാട്സൺ, കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ നിങ്ങൾ. JB വാട്സൺ, സ്കിന്നർ, ടോൾമാൻ, ഹള്ള്. സ്റ്റാൻലി ഹൾ എന്ന് കേട്ടിട്ടില്ലേ? സ്റ്റാൻലി ഹൾ, പാവ്ലോവ്. പ്രധാനപ്പെട്ട ആൾക്കാരുടെ പേരുകൾ ഓർത്തു വെച്ചോണേ. JB വാട്സൺ, സ്കിന്നർ, ടോൾമാൻ, പാവ്ലോവ്, ഹള്ള്. ഇനി ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചില ആൾക്കാരുണ്ടല്ലോ തമാശയായിട്ട് ചില കാര്യങ്ങളൊക്കെ പറയുന്നവർ, അതിലും മനഃശാസ്ത്രജ്ഞരുടെ കൂട്ടത്തിലും ഉണ്ട്. നമുക്ക് ആദ്യം ആത്മാവിന്റെ ശാസ്ത്രം എന്നല്ലായിരുന്നോ നമ്മൾ മനഃശാസ്ത്രത്തിനെ പറഞ്ഞേ? പിന്നീടാണ് അത് മനസ്സിന്റെ ശാസ്ത്രം എന്ന് പറഞ്ഞത് അല്ലേ? പിന്നീട് എന്തോ പറഞ്ഞേ? ബോധമണ്ഡലത്തിന്റെ ശാസ്ത്രം. ലാസ്റ്റിലാണ് നമ്മൾ വ്യവഹാരത്തിൽ എത്തി നിൽക്കുന്നത്. അതൊരു തമാശ രൂപേണ ആര് പറഞ്ഞു? ഒരു കോട്സായിട്ട് നമ്മുടെ വുഡ്സ്വർത്ത് പറഞ്ഞു. മനഃശാസ്ത്രത്തിന് ആദ്യം അതിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു, പിന്നീട് മനസ്സും നഷ്ടപ്പെട്ട് ബോധമണ്ഡലവും നഷ്ടപ്പെട്ട് എവിടെ എത്തി നിൽക്കുന്നു? വ്യവഹാരത്തിൽ എത്തി നിൽക്കുന്നു, അതായത് ബിഹേവിയറിൽ എത്തി നിൽക്കുന്നു. അപ്പോൾ ഒരു വ്യക്തിയുടെ ബിഹേവിയറിനെ കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം. ആരാ പറഞ്ഞേ? RS വുഡ്സ്വർത്ത്. ഇത് നേരത്തെയും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ്. ഇനി അമേരിക്കൻ മനഃശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ആരായിരിക്കും ആൻസർ? നമ്മുടെ വില്യം ജെയിംസ് ആണ്. അമേരിക്കൻ മനഃശാസ്ത്രത്തിന്റെ പിതാവ് വില്യം ജെയിംസ്. ഇനി നിങ്ങളോട് ഞാനോടൊരു ചോദ്യം ചോദിക്കാം. ഇച്ചിരി കഴിഞ്ഞ് ഞാൻ ആൻസർ പറയാം കേട്ടോ.
വില്യം ജെയിംസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെക്സ്റ്റ് ഉണ്ട്. ആദ്യത്തെ മനഃശാസ്ത്ര പഠന പുസ്തകം എന്നാണ് അത് അറിയപ്പെടുന്നത്. അതേതാണെന്നൊന്ന് ആലോചിച്ച് വെച്ചേക്കണം. കുറച്ചുകൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ആൻസർ പറയാനുള്ളതാ കേട്ടോ. ഇനി നമ്മൾ മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട് കുറച്ച് നിർവചനങ്ങൾ പറയാൻ പോവുക കേട്ടോ. മനഃശാസ്ത്രത്തിന്റെ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലേ, ആ മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട കുറച്ച് നിർവചനങ്ങളാണ് നമ്മൾ പറയുന്നത്. ആദ്യമായിട്ട് നമ്മൾ പറയുന്ന നിർവചനം നമ്മുടെ സ്കിന്നറിന്റെയാണ്. അനുഭവങ്ങളെയും വ്യവഹാരങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം. ഒരു വ്യക്തിയുടെ എക്സ്പീരിയൻസിനെയും ഒരു വ്യക്തിയുടെ ബിഹേവിയറിനെയും കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം എന്ന് ആര് പറഞ്ഞത്? നമ്മുടെ സ്കിന്നർ പറഞ്ഞത്. ഇതൊക്കെ റിപ്പീറ്റ് വരുന്ന ക്വസ്റ്റ്യൻസ് ആട്ടോ, നേരത്തെ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാ. ഇനി അടുത്ത ശാസ്ത്രജ്ഞൻ പറഞ്ഞ കാര്യം അധികം കേട്ട് കാണാൻ വഴിയില്ല. പുള്ളിയുടെ പേര് മർഫി എന്നാണ്. പരിസ്ഥിതിയും, അതായത് ഒരു എൻവയോൺമെന്റും വ്യക്തിയും തമ്മിലുള്ള ഇന്ററാക്ഷനുമായി ബന്ധപ്പെട്ട പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം. ഇതാരാ അഭിപ്രായപ്പെട്ടത്? നമ്മുടെ മർഫി എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനാണ് അഭിപ്രായപ്പെട്ടത്. അതിനുശേഷം പറഞ്ഞത് ക്രോയാണ്. അത് നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ളതാ. മനുഷ്യ ബന്ധങ്ങളെക്കുറിച്ചും മനുഷ്യന്റെ വ്യവഹാരങ്ങളെക്കുറിച്ചും എന്ന് വെച്ചാൽ ഹ്യൂമൻ, നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി, ഹ്യൂമൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ റിലേറ്റഡ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കോപ്പറേറ്റ് ചെയ്ത് മാത്രമേ അവർക്ക് ജീവിക്കാൻ പറ്റൂ. അതുപോലെ അവരുടെ ഹ്യൂമൻ ബിഹേവിയർ, അപ്പൊ അതിനെക്കുറിച്ചെല്ലാം ഉള്ള പഠനമാണ് മനഃശാസ്ത്രം. മനുഷ്യ ബന്ധങ്ങളെയും മനുഷ്യ വ്യവഹാരങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം എന്ന് ആര് പറഞ്ഞത്? നമ്മുടെ ക്രോ പറഞ്ഞത്. ഇവരുടെയൊക്കെ പിക്ചേഴ്സ് നമ്മൾക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. അടുത്തത്, ഇത് കേൾക്കാൻ തീരെ വഴി കുറഞ്ഞ ഒരു ഡെഫിനിഷൻ ആയിരിക്കും, എന്നാലും കേട്ടിട്ടുള്ളവർ കാണും. നിർവചനമാണേ. മനസ്സിനെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് മനഃശാസ്ത്രം. റോബർട്ട് അബ്സൺ, ABASON, റോബർട്ട് അബ്സൺ ആണ് പറഞ്ഞത്. മനസ്സിനെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് മനഃശാസ്ത്രം. ഇനി മനഃശാസ്ത്രം ചേഷ്ടകളുടെയും അനുഭവങ്ങളെയും കുറിച്ച്, ചേഷ്ടകൾ എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മുടെ ബിഹേവിയർ, ആ ബിഹേവിയറിനെയും അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ അനുഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ മനഃശാസ്ത്രം എന്ന് പറയുമ്പോൾ ശരിയല്ലേ, ഇപ്പൊ നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഓരോ വ്യക്തികളുടെയും ബിഹേവിയറിന് വേരിയേഷൻ വരുന്നത്, സ്വഭാവത്തിന് മാറ്റങ്ങൾ വരുന്നത്. നമുക്ക് എവിടെന്നെങ്കിലും നെഗറ്റീവായിട്ട് എന്തെങ്കിലും എഫക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ ബിഹേവിയറിന് കാര്യമായിട്ടുള്ള മാറ്റം വരും. പോസിറ്റീവായിട്ട് കിട്ടിയാലും അങ്ങനെ തന്നെ. നമ്മളൊരു സമൂഹമായിട്ട് ഇടപഴകുന്നതിലൂടെ നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. ആ എക്സ്പീരിയൻസിലൂടെ നമ്മുടെ ബിഹേവിയറിൽ വളരെയധികം മാറ്റങ്ങൾ വരുന്നുണ്ട്. അത്തരത്തിൽ മനഃശാസ്ത്രം ചേഷ്ടകളുടെയും അനുഭവങ്ങളെയും കുറിച്ചുള്ള പഠനമാണെന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ EAPയിലാണ്. ആരാ? EAP. അടുത്തത് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു കോട്ടായിരിക്കും. വ്യവഹാരത്തിന്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം. അതായത് നമ്മളുടെ ബിഹേവിയറിനെ കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം. ഇവിടെ നോട്ട് ചെയ്ത് വെക്കേണ്ട വേറൊരു കാര്യമുണ്ട്. വർത്തന ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്നൊരു കോട്ടും JB വാട്സൺ പറഞ്ഞു. അപ്പൊ വ്യവഹാരത്തിന്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്നും പറഞ്ഞു JB വാട്സൺ. പിന്നെ എന്താ പറഞ്ഞേ? വർത്തന ശാസ്ത്രമാണ്. എല്ലാവരും പെട്ടെന്ന് അത് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. വർത്തന ശാസ്ത്രമാണ് മനഃശാസ്ത്രം. പോകെ പോകെ നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാനുള്ളതാ. ഇനി അമേരിക്കൻ മനഃശാസ്ത്രജ്ഞന്റെ പേര് ആരായിരുന്നത്? നമ്മുടെ വില്യം ജെയിംസ് ആണ്. അദ്ദേഹം എന്തൊരു കോട്ടായിരുന്നു പറഞ്ഞേ? ബോധമണ്ഡലത്തിന്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം. ഇനി നമ്മൾ ഇത്രയും കാര്യങ്ങൾ, മനഃശാസ്ത്രം എന്താണ്, അതിന്റെ നിർവചനങ്ങൾ എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് ഈ മനഃശാസ്ത്രത്തിനെ ഒന്ന് രണ്ടായിട്ട് തരംതിരിക്കട്ടെ. മനഃശാസ്ത്രത്തിനെ നമുക്ക് പ്രധാനമായിട്ടും 2 ബ്രാഞ്ചായിട്ട് തരംതിരിക്കാം. ഒന്ന് പ്യുവർ സൈക്കോളജി, 2 അപ്ലൈഡ് സൈക്കോളജി. ഈ BEd കഴിഞ്ഞ് വന്നവർക്ക് മലയാളം ചെയ്യുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവാത്തതുകൊണ്ടാകട്ടോ ഞാൻ ഇംഗ്ലീഷ് ടൈമും കൂടെ പറയുന്നത്. TTC കഴിഞ്ഞ് വന്നവർക്ക് പെട്ടെന്ന് നന്നായിട്ട് മലയാളം മനസ്സിലാക്കാൻ പറ്റും. എന്നാലും എല്ലാവരും കേട്ടോ. പ്യുവർ സൈക്കോളജി എന്ന് പറയുന്നത് കേവല മനഃശാസ്ത്രം, അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ പേര് കേവല മനഃശാസ്ത്രം അല്ലെങ്കിൽ പ്യുവർ സൈക്കോളജി എന്നൊക്കെ നമുക്ക് അറിയപ്പെടാം. ഇനി രണ്ടാമത് പറഞ്ഞത് അപ്ലൈഡ് സൈക്കോളജി. അതിന് നമുക്ക് പ്രയുക്ത മനഃശാസ്ത്രം അല്ലെങ്കിൽ പ്രയോഗ മനഃശാസ്ത്രം എന്ന് പറയാം. അങ്ങനെ രണ്ടായിട്ട് നമ്മൾ തരംതിരിച്ചേ. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നും എന്താണെന്ന് പറയാം. മക്കളെ, എന്തുമായിരിക്കും കേവല മനഃശാസ്ത്രം എന്ന് വെച്ചാൽ? നമുക്ക് മനഃശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കണം. ചുമ്മാ ചെന്നങ്ങ് മനസ്സിലാക്കിയാൽ മതിയോ? ഇപ്പം ഞാനൊരു സ്കൂളിലെ ഒരു അധ്യാപികയാണ്. എനിക്കൊരു കുട്ടിയെ പഠിപ്പിക്കണം. ആ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും എനിക്ക് മനസ്സിലാക്കണം. അവൻ്റെ ചിന്തകൾ, അവൻ്റെ കാഴ്ചപ്പാട്, അവൻ്റെ വികാസം, അവൻ്റെ ഭാഷ പ്രയോഗ രീതി, അവൻ്റെ പെരുമാറ്റം, അവൻ്റെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കണമെങ്കിൽ ആ വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് നമ്മുടെ കരിക്കുലത്തിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ ഇതിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പറയണമെങ്കിൽ ചുമ്മാ കയറി അങ്ങ് പറയാൻ പറ്റുമോ? ഇതൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കി അറിയേണ്ട കാര്യമല്ലേ. അപ്പൊ കേവല മനഃശാസ്ത്രം എന്താണെന്ന് വെച്ചാൽ, മനഃശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കുന്നതിനു വേണ്ടി വിവിധ തരത്തിലുള്ള നിയമങ്ങൾ, തത്വങ്ങൾ, വിവിധ തരത്തിലുള്ള പഠന ഉപകരണങ്ങൾ എന്നിവ തയ്യാറാക്കുന്ന അല്ലെങ്കിൽ സെറ്റ് ചെയ്യുന്ന, ആവിഷ്കരിക്കുന്ന ശാസ്ത്രശാഖയാണ് കേവല മനഃശാസ്ത്രം.
അതിൽ ഒന്നാമത്തെ ബ്രാഞ്ചാണ് സാമാന്യ മനഃശാസ്ത്രം. സാമാന്യ മനഃശാസ്ത്രം എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഒരു വ്യക്തിയെക്കുറിച്ച് ജനറൽ സൈക്കോളജി എന്ന് പറയും. ഒരു വ്യക്തിയുടെ സ്വഭാവം, അവരുടെ പെരുമാറ്റം, അവരുടെ ചിന്ത, അവരുടെ പ്രശ്നപരിഹരണ ശേഷി, അവരുടെ സമായോജന ശേഷി, അവരുടെ സർഗാത്മകത, അങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ച് അവരുടെ ബുദ്ധി, ഓർമ്മ, ചിന്ത, അങ്ങനെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ചില തത്വങ്ങള്, ചില പഠന ഉപകരണങ്ങളൊക്കെ രൂപീകരിക്കുന്ന ശാസ്ത്രശാഖയാണ് സാമാന്യ മനഃശാസ്ത്രം. ജസ്റ്റ് കേവല മനഃശാസ്ത്രം എന്താണെന്ന് മനസ്സിലാക്കുക, അതിന് ബ്രാഞ്ചസിന്റെ പേര് മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനത് പറഞ്ഞു തരുന്നേ ഉള്ളൂ. രണ്ടാമത്തതാണ് ശാരീരിക മനഃശാസ്ത്രം. ശരീരവും മനസ്സും തമ്മിൽ ബന്ധമുണ്ടല്ലോ. അപ്പൊ നമ്മുടെ ശാരീരികമായിട്ടുള്ള മാറ്റങ്ങളെല്ലാം തന്നെ മനസ്സിനെ ബാധിക്കുന്നു. അത്തരത്തിലുള്ള ഒരു ഇന്ററാക്ഷൻ ഏത് രീതിയിലാണ്, അതിനനുസരിച്ച് എങ്ങനെയാണ് ഒരു വ്യക്തിയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് എന്നൊക്കെ മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ട് ചില റൂൾസും ഒക്കെ രൂപീകരിക്കുന്ന ശാസ്ത്രശാഖയാണ്. അടുത്തതാണ് അപസാമാന്യ മനഃശാസ്ത്രം. നമുക്കറിയാം നമ്മുടെ ചുറ്റുമുള്ള കുറേ കുട്ടികൾ അല്ലെങ്കിൽ കുറേ വ്യക്തികൾ അപസാമായോജികരാണ് അല്ലേ. അപസാമായോജികർ എന്ന് വെച്ചാൽ എന്താ, നമ്മൾ മാൽ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയും. മാൽ അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനുമായിട്ടോ അല്ലെങ്കിൽ ഒരു മറ്റു വ്യക്തികളുമായിട്ടോ ഒന്നും അത്ര യോജിച്ച് പോകാൻ കഴിയില്ല. അവർക്ക് എല്ലാ കാര്യങ്ങൾക്കും കുറച്ച് ഉൾവലിവ് കാണിക്കുന്നു. അങ്ങനെ പ്രശ്നബാധിതരെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്താണ്, അവര് സാധാരണ നോർമൽ ലൈഫ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ചില ആൾക്കാർ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മുടെ ക്ലാസ്സിലുള്ളെങ്കിൽ അവരെ പെട്ടെന്ന് മനസ്സിലാക്കണമെങ്കിലും പഠിക്കണമെങ്കിലും ഒക്കെ എങ്ങനെയാ, നമുക്ക് നേരത്തെ മുൻകൂട്ടി അപസാമാന്യ മനഃശാസ്ത്രത്തിന്റെ ശാസ്ത്രശാഖ അവരെക്കുറിച്ച് പഠിച്ച് കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ എടുത്ത് ഉപയോഗിക്കും നമ്മൾ അല്ലേ, വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ട് നമ്മൾ ഉപയോഗിക്കും. മനസ്സിലായോ? അടുത്ത ശാസ്ത്രശാഖ ഏതാണെന്ന് ചോദിച്ചാൽ ശിശു മനഃശാസ്ത്രം, ചൈൽഡ് സൈക്കോളജി. നമുക്കറിയാം കുഞ്ഞുങ്ങളുടെ ഏറ്റവും കൂടുതൽ വികാസം നടക്കുന്ന ഒരു സ്റ്റേജ് എന്ന് പറയുമ്പോൾ ബാല്യകാലമാണ്. ആ ബാല്യകാലത്ത് എന്തൊക്കെ മാറ്റങ്ങളുണ്ട്, അല്ലെങ്കിൽ തന്നെ ഒരു കുട്ടി ജനനം മുതൽ അതിന് മുന്നോട്ടുള്ള ആ ഒരു ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവുണ്ട്, അല്ലെങ്കിൽ അവരുടെ ചിന്താഗതികൾ എങ്ങനെയായിരിക്കാം, അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, അവരുടെ ശാരീരിക വികാസം എങ്ങനെയാണ്, മാനസിക വികാസം എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് എല്ലാം പഠിക്കണമെങ്കിൽ നമ്മൾ ചുമ്മാ ചെന്ന് ഒരു കുഞ്ഞിനെ അടുത്ത് കണ്ടു അവനെക്കുറിച്ച് ഇന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനൊന്നും പ്രയാസമാണ്. അത് നേരത്തെ തയ്യാറാക്കി എഴുതി വെച്ചിട്ടുണ്ട്. ഏത് ശാസ്ത്രശാഖ? ശിശു മനഃശാസ്ത്രം നമ്മളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. അടുത്തതാണ് വികാസ മനഃശാസ്ത്രം. ഞാൻ പറഞ്ഞു, ജനനം മുതൽ മരണം വരെയുള്ള ഒരു തുടർ പ്രക്രിയ വികാസം എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ മാനസികമായും ശാരീരികമായും അതുപോലെ തന്നെ പ്രശ്നപരിഹരണ ശേഷി, വൈകാരികമായ തലങ്ങൾ, ചിന്താശേഷി, ഭാഷാ ശേഷി, ഈ തലങ്ങളിലെല്ലാം ഒരു കുട്ടിക്ക് എന്തുണ്ടാകുന്നുണ്ട്, തുടർച്ചയായി മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്, വികാസം ഉണ്ടാകുന്നുണ്ട്. ഇത്തരത്തിലുള്ള അവന്റെ മാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകണം എന്നില്ല. അപ്പൊ അതേസമയം വികാസ മനഃശാസ്ത്രം എന്ന് പറഞ്ഞ ശാസ്ത്രശാഖ ഇതിനെക്കുറിച്ച് പഠിച്ച് കുറച്ച് കാര്യങ്ങൾ തയ്യാറാക്കി വെക്കുമ്പോൾ നമുക്കറിയാം ആദ്യം സ്റ്റേജിൽ, അതായത് ശൈശവ സ്റ്റേജിൽ എങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിയേഷയുടെ തിയറിക്കകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇനി മുന്നോട്ട് പഠിക്കാൻ പോകുന്നുണ്ട്. അല്ലെങ്കിൽ 2 മുതൽ 3 വരെ ഏത് രീതിയിലുള്ള വികാസമാണ്, കൗമാരകാലത്തിൽ ഏത് തരത്തിലുള്ള വികാസമാണ് എന്നൊക്കെ നമുക്ക് ഒരു അടിസ്ഥാനപരമായ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ശാസ്ത്രശാഖയാണ് ഏത്, വികാസ മനഃശാസ്ത്രം. അടുത്തതാണ് പാരാമനഃശാസ്ത്രം. പാരാമനഃശാസ്ത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ആത്മാവിൻ്റെ സ്ഥിരതയെക്കുറിച്ചും, അല്ലെങ്കിൽ നമ്മൾ ടെലിപ്പതി എന്നൊക്കെ പറയത്തില്ല, ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ഞാനും ചിന്തിക്കുക, അത്തരത്തിലുള്ള ആ മേഖലകളെക്കുറിച്ചുള്ള പഠനം. അത് കൂടുതൽ എനിക്ക് തോന്നുന്നു സന്യാസിമാരൊക്കെ ആയിരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ റിസർച്ച് പഠനങ്ങളൊക്കെ നടത്തി, അവർക്കായിരിക്കും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനൊരു ആഗ്രഹം. അവസാനത്തെയാണ് പരീക്ഷണ മനഃശാസ്ത്രം. മനഃശാസ്ത്രത്തിന്റെ ഏതൊരു കാര്യത്തിനും അടിസ്ഥാനമായ അടിത്തറ നൽകണമെങ്കിൽ അതിന് സഹായിക്കുന്ന ശാസ്ത്രശാഖയാണ് പരീക്ഷണ മനഃശാസ്ത്രം. ഇപ്പം ഏതൊരു കാര്യത്തിനും നമുക്ക് എവിഡൻറ്റ് വേണം. ആ എവിഡൻറ്റ് കിട്ടണമെങ്കിൽ നമ്മുടെ മനുഷ്യ സ്വഭാവത്തെക്കുറിച്ച് പഠിച്ച് പലതരത്തിലുള്ള പരീക്ഷണങ്ങളൊക്കെ നടത്തി ഫലങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്ന ശാസ്ത്രശാഖയാണ് പരീക്ഷണ മനഃശാസ്ത്രം. ഇതാണ് കേവല മനഃശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട ബ്രാഞ്ചസ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് അപ്ലൈഡ് സൈക്കോളജി, പ്രയുക്ത മനഃശാസ്ത്രം അല്ലെങ്കിൽ പ്രയോഗ മനഃശാസ്ത്രം എന്ന് പറയാം. നമ്മൾ ഈ കേവല മനഃശാസ്ത്രത്തിൽ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ അവിടെ എഴുതി വെച്ചിട്ടുള്ള നിയമങ്ങൾ, ഒരുപാട് ബ്രാഞ്ചസ് നമ്മൾ പഠിച്ചില്ലേ, അതിൽ എഴുതി വെച്ചിട്ടുള്ള നിയമങ്ങളും തത്വങ്ങളും പഠന ഉപകരണങ്ങളും എല്ലാം കൊണ്ട് അപ്ലൈ ചെയ്യുന്ന സ്ഥലം, അതുകൊണ്ട് പ്രയോഗിക്കുന്ന ഇടം, അതാണ് ഈ പ്രയോഗ മനഃശാസ്ത്രത്തിന്റെ ശാസ്ത്രശാഖകൾ. അതിൽ ഒന്നാമത്തതാണ്, ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം. നമുക്കറിയാം വിദ്യാഭ്യാസ മനഃശാസ്ത്രം ഒഴിച്ചുകൂടാനാവാത്തൊരു കാര്യമാണ് അല്ലേ. വിദ്യാഭ്യാസ മനഃശാസ്ത്രമാണ് നമ്മളിനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഞാൻ ചോദിക്കട്ടെ, കണ്ണടച്ചോണ്ട് ആൻസർ പറയേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? അത് നമ്മുടെ E.L. തോണ്ടയ്ക്കാണ്. നമ്മുടെ ശ്രമപരാജയ സിദ്ധാന്തത്തിന്റെയും
അതായത് ട്രയൽ ആൻഡ് എറർ ലേണിംഗ് തിയറിയുടെ ഒക്കെ പിതാവായിട്ടുള്ള നമ്മുടെ E.L. തോണ്ടയ്ക്കാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിന്റെ പിതാവ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. വിദ്യാഭ്യാസ മേഖലയെ അദ്ദേഹം വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറയുന്നത് ഈ വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറയുന്ന ആ ഒരു ബ്രാഞ്ച് അത് കാരണം നമ്മുടെ എല്ലാ സ്കൂളുകളിലും അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖല തന്നെ ലളിതവൽക്കരിക്കപ്പെട്ടു. വളരെ സിമ്പിളാണ്. അധ്യാപകർ ചെന്ന് കുട്ടികളെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും മറ്റ് കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനുമെല്ലാം സഹായിക്കുന്ന കാര്യങ്ങളെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു മേഖലയാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന ശാസ്ത്രശാഖ എന്നാര് പറഞ്ഞു? നമ്മുടെ തോണ്ടേക്ക് പറഞ്ഞു കേട്ടോ. അടുത്ത കാര്യം, വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിലെ ഏറ്റവും വേണ്ടപ്പെട്ട പ്രധാന 3 ഘടകങ്ങളാണ് പഠിതാവ്, പഠന സന്ദർഭം, പഠന രീതി. ഈ 3 കാര്യങ്ങളാണ് പ്രാധാന്യം. ശരിയല്ലേ? ഒരു പഠിതാവ് വേണം. ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു, ആദ്യമായി നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ അടുത്തറിയാൻ ശ്രമിക്കൂ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ആരാ? റൂസോ. അപ്പൊ പഠിതാവിനാണ് ആദ്യം പ്രാധാന്യം. പിന്നീട് ആ പഠന സന്ദർഭം, നമ്മൾ ഏത് സാഹചര്യത്തിലാണ് പഠിപ്പിക്കുന്നത്, പിന്നെ പഠിപ്പിക്കുന്ന രീതി, പഠന രീതി. ശരിയല്ലേ? പലരും പല രീതി പഠിക്കുന്നവരുണ്ട് അല്ലേ? ആവർത്തിച്ച് വായിച്ച് പഠിക്കുന്നവരുണ്ട്, പല ഇടവേളകൾ പഠിച്ച് അങ്ങനെ പോകുന്നവരുണ്ട്. അപ്പൊ ആ പഠന രീതി, അല്ലെങ്കിൽ എഴുതി പഠിക്കുന്നവരുണ്ട്, വായിച്ചു പഠിക്കുന്നവരുണ്ട്, ഒരുപാട് എക്സ്പെരിമെന്റ് ചെയ്ത് പഠിക്കുന്നവരുണ്ട്, വിഷ്വൽ എയ്ഡുകളുടെ സഹായത്തോടെ പഠിക്കുന്നവരുണ്ട്. അപ്പൊ എഫക്റ്റീവ് ആയിട്ടുള്ള പഠന രീതി, പഠന സന്ദർഭം, പഠിതാവ്, ഈ 3 കാര്യങ്ങളാണ് വിദ്യാഭ്യാസ മേഖലയിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ആദ്യമായി നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ അടുത്തറിയാൻ ശ്രമിക്കൂ. ആരാ പറഞ്ഞത്? നമ്മുടെ റൂസോ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് അടുത്ത കോട്ട് നിങ്ങൾക്ക് നമ്മുടെ സ്ലൈഡിലോട്ട് നോക്കാതെ പോലും പറയാം. വിദ്യാഭ്യാസത്തിന്റെ വേരുകൾ കയ്പു നിറഞ്ഞതും അതിന്റെ ഫലം മധുരമുള്ളതുമാണ്. ശരിയല്ലേ? നമ്മൾ ഏതൊരു കാര്യവും വിദ്യാഭ്യാസ മേഖലയിൽ നിന്നാണ്. ഇപ്പം ഞാൻ നിങ്ങളെ ഇവിടെ നിന്ന് പഠിപ്പിക്കുന്നു, ഉറപ്പായിട്ട് ആ വിദ്യാഭ്യാസ മേഖല എനിക്ക് തന്ന അറിവുകൾ, എനിക്ക് തന്ന കഴിവിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ശരിയല്ലേ? അപ്പൊ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ നമുക്ക് പല കാര്യങ്ങളിൽ ഉണ്ടായെങ്കിൽ പോലും, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഉണ്ടെങ്കിൽ പോലും, ഇപ്പോൾ കിട്ടുന്ന ഫലം എന്തായിരിക്കും? ഉറപ്പായിട്ടും മധുരമുള്ളതായിരിക്കും. അങ്ങനെ ആരാ പറഞ്ഞേ? നമ്മുടെ അരിസ്റ്റോട്ടിൽ പറഞ്ഞു. ഇനി വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോട്ടുണ്ട്. ജനനം മുതൽ മരണം വരെയുള്ള ഒരു വ്യക്തിയുടെ പഠന അനുഭവങ്ങളുടെ ആകെത്തുകയാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം. ഒരിക്കലും സ്കൂളുകളിൽ നിന്നുള്ള മാത്രമാണോ വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറയുന്നത്? അല്ലെങ്കിൽ വിദ്യാഭ്യാസം ലഭിക്കുക എന്ന് പറയുമ്പോൾ സ്കൂളുകളിൽ നിന്ന് മാത്രമാണോ? അല്ലെങ്കിൽ ഏതിലൊരു ഗുരുവിന്റെ അടുത്ത് പോയി നിന്നിട്ടുള്ളത് മാത്രമാണോ? അല്ല. നമ്മുടെ ജനനം മുതൽ മരണം വരെ ഒരു വ്യക്തികൾക്ക് ലഭിക്കുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. നമ്മുടെ അമ്മൂമ്മമാര് അപ്പൂപ്പന്മാരൊക്കെ സ്കൂളുകളിലൊന്നും പഠിക്കാത്തവരായിരിക്കും. പക്ഷേ നമ്മളെക്കാളും എക്സ്പീരിയൻസ്, ജ്ഞാനം, അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിന് എങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് പരിഹരിക്കാനുള്ള കഴിവ്. എൻ്റെ അമ്മൂമ്മയ്ക്കൊക്കെയാണ് എന്തെങ്കിലും ഒരു പ്രശ്നമൊക്കെ നമ്മളൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് നന്നായിട്ട് അതിനെ സൊല്യൂഷൻ ചെയ്തു തരും. പെട്ടെന്ന് ഉത്തരങ്ങളൊക്കെ പറയും. അപ്പം നമ്മൾ തന്നെ ആലോചിക്കും, അയ്യോ ഇതൊക്കെ ഇത്രയുള്ള കാര്യം. കാരണം അവരുടെ എക്സ്പീരിയൻസിന്റെ വെളിച്ചത്തിലാണ് അവർ ആ ഉത്തരങ്ങളൊക്കെ തരുന്നത് അല്ലേ? അപ്പൊ ചുരുക്കം പറഞ്ഞാൽ അതെല്ലാം വിദ്യാഭ്യാസ മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. അപ്പം ഒരു വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള പഠന അനുഭവങ്ങളുടെ ആകെത്തുകയെ നമുക്ക് എന്തെന്ന് പറയാം? വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറയാം. അങ്ങനെ പറഞ്ഞത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാ? അത് ക്രോയാണേ പറഞ്ഞത്. നമ്മൾ കണ്ടായിരുന്നല്ലേ. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഞാൻ മുമ്പേ പറഞ്ഞു, വിദ്യാഭ്യാസ മനഃശാസ്ത്രം വിദ്യാഭ്യാസ മേഖല എന്തോ ചെയ്തേക്കുന്നു? അത്രയധികം സിമ്പിൾ ആക്കിയിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് അവിടെ എളുപ്പത്തിൽ കുട്ടികളെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. ഇനി ഈ പ്രയോഗ മനഃശാസ്ത്രത്തിൽ വരുന്ന ഒന്നാമത്തെയാണ് ഞാൻ പറഞ്ഞത് വിദ്യാഭ്യാസ മനഃശാസ്ത്രം. രണ്ടാമത്തെയാണ് വ്യാവസായിക മനഃശാസ്ത്രം. ഒന്നുമില്ല, വ്യവസായിക മേഖലകളിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ പലതരത്തിലുള്ള ടൈം ഡ്യൂറേഷൻ ആയിരിക്കാം, പല സാഹചര്യങ്ങളുണ്ട്. അവിടെയൊക്കെ പൊരുത്തപ്പെട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ വികാസ മനഃശാസ്ത്രത്തിലും സാമാന്യ മനഃശാസ്ത്രത്തിലും ഒക്കെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തത്വങ്ങളൊക്കെ അപ്ലൈ ചെയ്യുന്ന സ്ഥലം. ജസ്റ്റ് നമ്മൾക്ക് പേര് പഠിച്ചു പോയാൽ മതി. ചികിത്സാ മനഃശാസ്ത്രം, ക്ലിനിക്കൽ സൈക്കോളജി. നമ്മുടെ ഈ ചികിത്സാ മനഃശാസ്ത്രം, അതിനകത്ത് നമ്മൾ ചികിത്സാ മനഃശാസ്ത്രത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അപസാമാന്യ മനഃശാസ്ത്രത്തിൽ നിന്ന് കൊണ്ടുവന്ന ചില തത്വങ്ങളും നിയമങ്ങളും എല്ലാം തന്നെ അപ്ലൈ ചെയ്യുന്ന ഇടമാണ് ചികിത്സാ മനഃശാസ്ത്രം. ശരിയല്ലേ? ചികിത്സാ മനഃശാസ്ത്രത്തിന്റെ പിതാവ് ആരായിരിക്കും എന്നറിയാമോ? ലൈറ്റ്നർ വിറ്റ്മർ ആണ്. അദ്ദേഹമാണ് ചികിത്സാ മനഃശാസ്ത്രത്തിന്റെ പിതാവ്. അത് മാത്രമല്ല ഫ്രോയിഡ്, അഡ്ലർ, ഇവരൊക്കെ ഈ ചികിത്സാ മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട ആൾക്കാരാട്ടോ. ആരൊക്കെയാ? ഫ്രോയിഡ്, അതുപോലെ തന്നെ അഡ്ലർ, ഇവരൊക്കെ പ്രധാനപ്പെട്ട ചികിത്സാ മനഃശാസ്ത്രജ്ഞരാണ്. കാൾ യുങ് ഉണ്ട് കേട്ടോ. കാൾ യുങ് പുള്ളിയെ പഠിച്ചിട്ടുണ്ടല്ലോ നമ്മൾ. കാൾ യുങ്, ഇവരൊക്കെ ചികിത്സാ മനഃശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട വ്യക്തികളാണ്. അടുത്തതാണ് ഈ സൈനിക മനഃശാസ്ത്രം.
സൈനിക മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ മിലിറ്ററി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും ശക്തമായിട്ടിരിക്കണം അല്ലേ. അവിടെയും അവരെല്ലാം മനുഷ്യരല്ലയോ, അവർക്ക് ഈ പറയുന്നത് പോലെ മെന്റലി ഒത്തിരി വിഷമങ്ങളും പ്രയാസങ്ങളും കാണും. എത്രമാത്രം ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ അവർ കടന്നു പോകുന്നത്. അപ്പോൾ അവരെ ഒന്ന് പ്രചോദനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സാമാന്യ മനഃശാസ്ത്രത്തിൽ പഠിച്ചിട്ടുള്ള പല കാര്യങ്ങളും അപ്ലൈ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ മിലിറ്ററി സൈക്കോളജി എന്ന് പറയുന്നത്. അടുത്തതാണ് കുറ്റകൃത്യ മനഃശാസ്ത്രം. ഒരു വ്യക്തി ഒരു കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് പഠിക്കണമെങ്കിൽ നമുക്ക് ഏത് പഠിച്ചാൽ മതി? ആ വ്യക്തിയെക്കുറിച്ചുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ വികാസ മനഃശാസ്ത്രം പഠിച്ചാൽ മതി. ഒരാൾക്കാരും ഏത് രീതിയിൽ പെരുമാറുന്നു എന്നൊക്കെ അതിനകത്ത് പഠിക്കാനുണ്ട്. അപ്പൊ അതൊക്കെ ഉപയോഗിച്ച് നമുക്ക് ആ കുറ്റകൃത്യത്തിന്റെ രീതി, ആ സന്ദർഭം, അല്ലെങ്കിൽ ആ ഒരു കുറ്റകൃത്യം ചെയ്യാനുള്ള ഒരു പ്രവണത, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റും. പരീക്ഷണ മനഃശാസ്ത്രത്തിലെയും പല കാര്യങ്ങളും നമുക്ക് ഇവിടെ ഈ ഒരു ഫീൽഡിൽ കൊണ്ടുവന്ന് അപ്ലൈ ചെയ്ത് നമുക്ക് കുറ്റവാളി ആരാണെന്നൊക്കെ കണ്ടെത്താൻ പറ്റും. ഇത്രയാണ് നമുക്ക് ഈ സൈക്കോളജിയിലെ ഇൻട്രൊഡക്ഷൻ ഭാഗത്തെ കാര്യം, അതായത് മനഃശാസ്ത്രത്തിലെ ഇൻട്രൊഡക്ഷൻ ഭാഗത്തിൽ നമ്മൾ പറഞ്ഞ കാര്യം. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. തുടക്കം ഒരു ചോദ്യം ഉണ്ടായിരുന്നു. എന്തുവായിരുന്നു തുടക്കം ഒരു ചോദ്യം? മനഃശാസ്ത്രത്തിന്റെ പിതാവ് ആരാണെന്ന്. ശരിയല്ലേ? നമ്മൾ ആൻസർ പറഞ്ഞില്ലായിരുന്നല്ലോ മനഃശാസ്ത്രത്തിന്റെ പിതാവ് ആരാണെന്ന്. മനഃശാസ്ത്രത്തിന്റെ പിതാവ് ആരാണെന്ന് നിങ്ങൾ ഓർത്തു വെക്കുക. ആരായിരിക്കും? നമ്മുടെ വില്യം വൂണ്ടാണ്. അപ്പൊ മനഃശാസ്ത്രത്തിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ ആരാ ആൻസർ? വില്യം വൂണ്ട്. ഇനി അവിടെ തന്നെ ഉള്ള ഒരാളുണ്ട്, ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവ്. ഇവിടെ നമ്മൾ നോട്ട് ചെയ്തില്ലായിരുന്നു കേട്ടോ, പക്ഷെ ഞാൻ പറയാൻ വേണ്ടി വിചാരിച്ചു, നിങ്ങളോട് ചോദിക്കണമെന്ന് കരുതി. ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. പല ആൾക്കാർക്കും തെറ്റിപ്പോകുന്നൊരു കാര്യമുണ്ട്. ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവ് സിഗ്മണ്ട് ഫ്രോയിഡാ, എന്നാൽ മനഃശാസ്ത്രത്തിന്റെ പിതാവാണ് നമ്മുടെ വില്യം വൂണ്ട്. ഓർത്ത് വെച്ചോണേ. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് തന്നെ ഞാൻ വേറൊരു ചോദ്യം ചോദിക്കട്ടെ. അമേരിക്കൻ മനഃശാസ്ത്രത്തിന്റെ പിതാവ് ആരാ? നമ്മുടെ വില്യം ജെയിംസ്. ഓക്കെ, അടുത്തത് നമ്മൾ ഇന്ന് പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ടുള്ളതാണ് ചോദ്യം. പ്രയുക്ത മനഃശാസ്ത്രത്തിൽ പെടാത്തതേത്? അതായത് അപ്ലൈഡ് സൈക്കോളജിയിൽ പെടാത്തതേത്? ഏതായിരിക്കും അപ്ലൈഡ് സൈക്കോളജിയിൽ പെടാത്തത്? കുറ്റകൃത്യ മേഖല പെടും, ചികിത്സാ മേഖല പെടും, വിദ്യാഭ്യാസ മേഖല പെടും. അപ്പൊ ഏതാ ഇല്ലാത്തത്? അവസാമാന്യ മനഃശാസ്ത്രം. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ആ തുടക്കത്തിൽ തന്ന ക്വസ്റ്റ്യൻസ്. ഇതെല്ലാം നമ്മൾ കണ്ടുപോയ സ്ലൈഡുകളാണ്. അപ്പൊ നമുക്കിനി ലാസ്റ്റിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ചെയ്ത് നോക്കാമെന്ന്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതില് ഒന്നാമത്തെ ചോദ്യം, അപസമായോജികരായ കുട്ടികളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി തത്വങ്ങളും പഠന ഉപകരണങ്ങളും രൂപീകരിക്കുന്ന മനഃശാസ്ത്ര ശാഖ ഏതാണ്? കേവല മനഃശാസ്ത്രം. അവിടെയാണ് എല്ലാ തരത്തിലുള്ള നിയമങ്ങളും ചോദ്യാവലികളും അതുപോലെ തന്നെ പഠന ഉപകരണങ്ങളും ഗവേഷണ ഉപാധികളും എല്ലാം രൂപീകരിക്കുന്ന ശാസ്ത്രശാഖ. രണ്ടാമത്തെ ചോദ്യം, മനഃശാസ്ത്രം ചേഷ്ടകളെയും അനുഭവങ്ങളെയും കുറിച്ചുള്ള പഠനമാണ്. നമ്മൾ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞതാ. ആരായിരിക്കും അത് പറഞ്ഞേ? നിങ്ങൾക്ക് ഓപ്ഷൻ പോലും നോക്കാതെ ആൻസർ പറയാം. EA പീലാണ് അതിന്റെ ആൻസർ. EA പീൽ. അടുത്ത ചോദ്യം, ആൻ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി ആരുടെ ടെക്സ്റ്റ് ആണ്? ഇത് നമ്മൾ അകത്തൊന്നും പറയാത്തൊരു ചോദ്യം. ആൻ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി ആരുടെ ടെക്സ്റ്റ് ആയിരിക്കും? നമ്മുടെ വില്യം വൂണ്ടിന്റെ ടെക്സ്റ്റ് ആണ് കേട്ടോ. ആൻ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി ആരുടെ ടെക്സ്റ്റാ? വില്യം വൂണ്ടിന്റെ ടെക്സ്റ്റ്. അങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊരാളുടെ ടെക്സ്റ്റിനെ കുറിച്ച് പറഞ്ഞല്ലോ. ആരുടെ ആയിരുന്നു? എന്തുവായിരുന്നു ഞാൻ പറഞ്ഞത്? ദ പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി. 1890 പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി എന്ന ആദ്യത്തെ മനഃശാസ്ത്ര പഠന പുസ്തകം അത് നമ്മുടെ വില്യം ജെയിംസിന്റെ ആണ്. വില്യം ജെയിംസിന്റെ ആണ്. ഇവിടെ വേറൊരു ഓപ്ഷൻ കണ്ടു, റൂസോയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ. എമിലി എന്ന പ്രധാനപ്പെട്ട ഗ്രന്ഥം ആരുടെയാ? റൂസോയുടെ. എമിലി എന്ന പ്രധാനപ്പെട്ട ഗ്രന്ഥം ആരുടെയാ? റൂസോയുടെ. അടുത്തത്, ജനനം മുതൽ മരണം വരെയുള്ള ഒരു വ്യക്തിയുടെ പഠനാനുഭവങ്ങളുടെ ആകത്തുകയാണ് മനഃശാസ്ത്രം. ഇത് ആരുടെ വാക്കുകളായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയ ആരുടെ ആയിരിക്കും? നമ്മുടെ ക്രോ ആൻഡ് ക്രോ പറഞ്ഞതാണ്. അടുത്ത ചോദ്യം, ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യം തന്നെ. മനഃശാസ്ത്രം എന്ന പദം ആദ്യമായിട്ട് ഈ മനഃശാസ്ത്ര ലോകത്തേക്ക് കൊണ്ടുവന്നത് ആരാ? നമ്മുടെ റുഡോൾഫ് ഗോക്കൽ. ഏതാ വർഷം? 1590. 1590 റുഡോൾഫ് ഗോക്കൽ എന്ന ജർമ്മൻ തത്വചിന്തകനാണ് ആദ്യമായിട്ട് മനഃശാസ്ത്രം എന്ന പദം നമ്മുടെ ശാസ്ത്ര ലോകത്തേക്ക് കൊണ്ടുവന്നത്. മനഃശാസ്ത്രത്തിലെ പിതാവ് എന്നറിയപ്പെടുന്നത് നമ്മുടെ വില്യം വൂണ്ടാണ്. വില്യം വൂണ്ട്. ഇതിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട് കേട്ടോ. സൈക്കോളജി എന്ന പദം, മനഃശാസ്ത്രം എന്ന പദം ഉണ്ടായിരിക്കുന്നത് 2 ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ്. ഏതൊക്കെയാ? സൈക്കിയും ലോഗോസും. സൈക്കയുടെ അർത്ഥം എന്തുവാ മക്കളെ? സൈക്കയുടെ അർത്ഥം എന്ന് പറയുന്നത് ആത്മാവ്. അപ്പൊ ലോഗോസിന്റെ അർത്ഥം എന്തുവാ? ലോഗോസ്. സൈക്കി എന്ന് വെച്ചാല് ആത്മാവാ കേട്ടോ. അപ്പൊ ലോഗോസിന്റെ അർത്ഥം എന്തുവാ? ലോഗോസ് എന്ന് വെച്ചാൽ സയൻസ്, അറിവ്, നോളജ്. ഇങ്ങനെ വേണേലും ആവാം. സയൻസ് എന്നോ
അറിവെന്നോ നോളജെന്നോ എന്ത് വേണേലും ആകാം അല്ലേ കേട്ടോ. അപ്പം ആത്മാവിനെ കുറിച്ചുള്ള അറിവാണ് മനഃശാസ്ത്രം എന്നായിരുന്നു ആദ്യത്തെ ധാരണ. 17-ാം നൂറ്റാണ്ടിൽ ആത്മാവിന്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്ന് വാദിച്ചവരിൽ ഒരാളല്ലാത്തത്, എന്ന് വെച്ചാൽ അങ്ങനെ വാദിച്ച കുറെ ആൾക്കാരുണ്ട്, അങ്ങനെ അല്ല എന്നുള്ള അഭിപ്രായം ആർക്കാണ് ഇതില്? നമ്മുടെ പ്ലേറ്റോയാണോ, അരിസ്റ്റോട്ടിലാണോ, ജോൺ ലോക്കാണോ, സോക്രട്ടീസ് ആണോ? ആർക്കൊക്കെ ആയിരുന്നു ആത്മാവിന്റെ ശാസ്ത്രമാണേ ഞങ്ങളുടെ മനഃശാസ്ത്രം എന്ന് പറഞ്ഞിങ്ങനെ വാദിച്ച് നിന്ന ആൾക്കാരൊക്കെയായിരുന്നു? നമ്മുടെ പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, സോക്രട്ടീസ്, ഡെമോക്രീറ്റസ് ഒക്കെ ആയിരുന്നല്ലയോ. ജോൺ ലോക്ക് അതിനകത്ത് പെടുവോ? ഇല്ല. ജോൺ ലോക്ക് പിന്നെ ഏതിലേ പെടത്തുള്ളൂ? എന്ത് വരുന്നു ജോൺ ലോക്കിൻ്റെത്? മനസ്സിന്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞ ആളായിരുന്നത് നമ്മുടെ ജോൺ ലോക്ക്. അടുത്തത്, മനസ്സിന്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്ന് അഭിപ്രായപ്പെട്ട തത്വചിന്തകരിൽ ഒരാളാണ് നമ്മുടെ കാന്റ്. ആൻസർ എന്തുവാ? കാന്റ്. ബോധമണ്ഡലത്തിന്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്ന് സ്ഥാപിച്ചവരിൽ പ്രധാനികൾ ആരൊക്കെയായിരുന്നു? നമ്മുടെ വില്യം ജെയിംസും വില്യം വൂണ്ടും. അടുത്തത്, വ്യവഹാരത്തിന്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്ന ആശയം സ്ഥാപിച്ചത് 20-ാം നൂറ്റാണ്ടിലാണ്. ഇതിൽ പ്രധാനപ്പെട്ട വ്യക്തി ആരായിരുന്നു? വ്യവഹാരത്തിന്റെ ശാസ്ത്രമാണെന്ന് പറഞ്ഞത് നമ്മുടെ JB വാട്സൺ. അദ്ദേഹത്തിന് ഒരു കോട്ട് ഞാൻ പറഞ്ഞായിരുന്നല്ലേ, വർത്തന ശാസ്ത്രമാണ് മനഃശാസ്ത്രം, JB വാട്സൺ ആണ് കേട്ടോ, മറന്നു പോകരുതേ, JB വാട്സൺ ആണ്. മനഃശാസ്ത്രത്തിന് ആദ്യം അതിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു, പിന്നീട് മനസ്സും നഷ്ടപ്പെട്ട് ബോധമണ്ഡലവും നഷ്ടപ്പെട്ട് ഇപ്പോൾ ഇതാ വ്യവഹാരത്തിൽ എത്തി നിൽക്കുന്നു എന്ന് പറഞ്ഞതാരാ? RS വുഡ്സ്വർത്ത്. RS വുഡ്സ്വർത്ത് ആണ് അത് പറഞ്ഞത്. അമേരിക്കൻ മനഃശാസ്ത്രത്തിന്റെ പിതാവായി അറിയപ്പെടുന്നത് ആരെയാ? നമ്മുടെ വില്യം ജെയിംസിനെ. അദ്ദേഹത്തിന്റെ ടെക്സ്റ്റിന്റെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ടേ. അനുഭവങ്ങളുടെയും വ്യവഹാരങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം. അത് നമ്മൾ എത്രയോ തവണ കേട്ടിട്ടുള്ള ഒരു നിർവചനം അല്ലയോ? അതാരാ പറഞ്ഞേ? സ്കിന്നർ. ആൻസർ സ്കിന്നർ. അടുത്തത്, ഒരു വ്യക്തിയും പരിസ്ഥിതിയും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് ആരാ? ആൻസർ നമ്മുടെ മർഫിയാണ് പറഞ്ഞത് കേട്ടോ. മർഫിയാണ് ആൻസർ. മർഫി. മനുഷ്യബന്ധങ്ങളെയും മനുഷ്യ വ്യവഹാരങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം. മനുഷ്യർ തമ്മിലുള്ള ഇന്ററാക്ഷൻസിനെയും അതുപോലെ തന്നെ മനുഷ്യരുടെ ബിഹേവിയറിനെയും കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞ ആളാരാ? നമ്മുടെ ക്രോയാൻ ക്രോ. ഇനി മനസ്സിനെ കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനമാണ് ശാസ്ത്രീയമായ വിലയിരുത്തലാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് നമ്മുടെ റോബർട്ട് എവസൺ ആണ് പറഞ്ഞത്. ഇനി വ്യവഹാരത്തിന്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് ആരാ? നമ്മുടെ JB വാട്സൺ. മനഃശാസ്ത്രത്തെ പ്രധാനമായിട്ടും എത്ര ആയിട്ട് തരംതിരിക്കാം? നമ്മൾ പഠിച്ചായിരുന്നു. കേവല മനഃശാസ്ത്രവും അതുപോലെ പ്രയുക്ത മനഃശാസ്ത്രവും രണ്ടായിട്ടാണ് തരംതിരിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കേവല മനഃശാസ്ത്രത്തിൽ ഉൾപ്പെടാത്തത് ഏത്? കേവല മനഃശാസ്ത്രത്തിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ ആരൊക്കെയാന്ന് ഓർത്താ പോരെ? സാമാന്യ മനഃശാസ്ത്രമുണ്ട്, ശിശു മനഃശാസ്ത്രമുണ്ട്, വികാസ മനഃശാസ്ത്രമുണ്ട്. അപ്പൊ ആൻസർ അല്ലാത്തത് ഏതാ? ചികിത്സാ മനഃശാസ്ത്രം. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രയുക്ത മനഃശാസ്ത്രം അതായത് അപ്ലൈഡ് സൈക്കോളജിയിൽ ഉൾപ്പെട്ട പഠനശാഖ ഏതായിരിക്കും? പരീക്ഷണമാണോ, മനഃശാസ്ത്രമാണോ, ശാരീരിക മനഃശാസ്ത്രമാണോ? അല്ല, സൈനിക മനഃശാസ്ത്രം. വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? EL തോണ്ടയ്ക്ക് ആണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിന്റെ പിതാവ്. അടുത്ത ചോദ്യം, ആദ്യമായി നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ അടുത്തറിയാൻ ശ്രമിക്കൂ എന്ന് പറഞ്ഞത് ആരാ? നമ്മുടെ റൂസോ. മനഃശാസ്ത്രത്തെ കുറിച്ചുള്ള ആദ്യകാല നിർവചനം ഏത് നൂറ്റാണ്ടിലാണ് ഉടലെടുത്തത്? ഏകദേശം ഒരു 17-ാം നൂറ്റാണ്ടിലാണ്. വിദ്യാഭ്യാസത്തിന്റെ വേരുകൾ കയ്പ് നിറഞ്ഞതും അതിന്റെ ഫലം മധുരമുള്ളതാണെന്ന് പറഞ്ഞതാരാ? നമ്മുടെ അരിസ്റ്റോട്ടിൽ. വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിലെ പ്രധാന ഘടകങ്ങളിൽ ഉൾപ്പെടുന്നത് ആരൊക്കെയാ? പഠിതാവ്, പഠന സന്ദർഭം, പഠന രീതി. അപ്പൊ ഉൾപ്പെടാത്തതാരാ? അതിനകത്ത് ഓപ്ഷൻ ഉണ്ടല്ലോ, മനസ്സിന്റെ ഉത്ഭവം. മനഃശാസ്ത്രത്തെ ബോധമണ്ഡലത്തിന്റെ ശാസ്ത്രം എന്ന് നിർവചിച്ച വില്യം ജെയിംസ് ഏത് നാട്ടുകാരനാ, ഏത് രാജ്യക്കാരനാ? അദ്ദേഹത്തിനെ ഇല്ല നമ്മൾ അമേരിക്കൻ മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത്, അമേരിക്കക്കാരൻ. വ്യാവസായിക മനഃശാസ്ത്രം ഏതു മനഃശാസ്ത്ര വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ഏതിനകത്താ? അപ്ലൈഡ് സൈക്കോളജിയിൽ. എന്താണ്? പ്രയുക്ത മനഃശാസ്ത്രത്തിലാണ് ഉൾപ്പെടുന്നത്. പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, ഡെമോക്രീറ്റസ് എന്നിവർ മനഃശാസ്ത്രത്തെ എന്തിന്റെ ശാസ്ത്രമായിട്ടാണ് കണക്കാക്കുന്നത്? എന്തിന്റെ ശാസ്ത്രമായിട്ടാ? ആത്മാവിന്റെ ശാസ്ത്രം. വിദ്യാഭ്യാസ മനഃശാസ്ത്രം, വ്യാവസായിക മനഃശാസ്ത്രം, ചികിത്സാ മനഃശാസ്ത്രം എന്നിവ ഉൾപ്പെടുന്ന മനഃശാസ്ത്ര ശാഖ ഏതായിരിക്കും? ഇതെല്ലാം അപ്ലൈഡ് അല്ലേ? അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളല്ലേ? അപ്ലൈഡ് സൈക്കോളജിയിലാണ്. പ്രയുക്ത മനഃശാസ്ത്രം. അതിന് വേറെ പേരുണ്ട് കേട്ടോ, പ്രയോഗ മനഃശാസ്ത്രം. താഴെ കൊടുത്തിരിക്കുന്ന നിർവചനങ്ങളിൽ റോബർട്ട് എവസൺ നൽകിയ നിർവചനം ഏതാണ്?
കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ അവർ തന്നേക്കുന്നത്. നിങ്ങളെല്ലാം ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. ആൻസർ ഇതായിരിക്കും. മനസ്സിനെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് മനഃശാസ്ത്രം എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് ആൻസർ. ഒന്ന് വായിച്ചു നോക്കിയേ നിങ്ങൾ ഓരോന്നും വായിക്കുമ്പോഴും കിട്ടും ആൾക്കാരൊക്കെയാണ്, നിർവചനം പറഞ്ഞ ആൾക്കാരൊക്കെയാണ്. റുഡോൾഫ് ഗോക്കൽ മനഃശാസ്ത്രം എന്ന പദം ആദ്യമായിട്ട് കൊണ്ടുവന്ന വർഷം, ശാസ്ത്ര ലോകത്തേക്ക് കൊണ്ടുവന്ന വർഷം ഏതാ? 1590. നമുക്ക് ഈ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം, പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് ഞാൻ പറഞ്ഞ കാര്യം, മനഃശാസ്ത്രം 1590 ജർമ്മൻ തത്വചിന്തകനായ റുഡോൾഫ് ഗോക്കലാണ് ശാസ്ത്രലോകത്തേക്ക് കൊണ്ടുവന്നത്. സൈക്കി, ലോഗോസ് എന്നീ 2 ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് സൈക്കോളജി എന്ന പദം ഉണ്ടായത്. സൈക്കി എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ആത്മാവ്. ലോഗോസ് എന്ന് വെച്ചാൽ എന്താണ്? അതിനെക്കുറിച്ചുള്ള അറിവ്, പഠനം, നോളജ്, എന്ത് വേണേലും ആകാം. അങ്ങനെ ആത്മാവിന്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്നൊക്കെ അഭിപ്രായപ്പെട്ട ഒരു വാദം ഏകദേശം ഒരു 17-ാം നൂറ്റാണ്ടിലായിട്ട് നടന്നു. 18-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ഭാഗത്ത് നമ്മുടെ മനസ്സിന്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്നറിയപ്പെട്ട ആൾക്കാരാണ് ജോൺ ലോക്ക്, കാന്റ്, ഹോബ്സ്, അതുപോലെ ഡെസ്കാർട്സ്. ഇവരൊക്കെയാണ്. മൂന്നാമതായിട്ടാണ് ബോധമണ്ഡലത്തിന്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം. അതാരൊക്കെയാ പറഞ്ഞേ? വില്യം ജെയിംസും വില്യം വൂണ്ടും. ഏറ്റവും അവസാനമാണ് വ്യവഹാരത്തിന്റെ ശാസ്ത്രമാണ്, ഒരാളുടെ ബിഹേവിയറിനെ കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത്. ആരൊക്കെയാ? അതിൽ പ്രധാനിയാണ് നമ്മുടെ ജെ ബി വാട്സൺ, സ്കിന്നർ, ടോൾമാൻ, പാവ്ലോവ്, സ്റ്റാൻലി ഹള്ള്. ആർ.എസ്. വുഡ്സ്വർത്ത് തമാശ രൂപേണ പറഞ്ഞ ഒരു കോട്ട് നിങ്ങൾ ഓർത്ത് വെക്കണം. ആത്മാവ് നഷ്ടപ്പെട്ടു, മനസ്സ് നഷ്ടപ്പെട്ടു, ബോധമണ്ഡലവും നഷ്ടപ്പെട്ട് വ്യവഹാരത്തിൽ എത്തി നിൽക്കുന്നു നമ്മുടെ മനഃശാസ്ത്രം. അത് ആർ.എസ്. വുഡ്സ്വർത്ത് പറഞ്ഞത്. ഇനി പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മനഃശാസ്ത്രത്തിന് 2 ബ്രാഞ്ച് ഉണ്ട്. കേവല മനഃശാസ്ത്രവും അതുപോലെ പ്രയോഗ മനഃശാസ്ത്രവും. കേവല മനഃശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട ബ്രാഞ്ചസിനെ കുറിച്ചെല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. അത് ഏതൊക്കെയാ പ്രധാനപ്പെട്ട കാര്യങ്ങൾ? അത് സാമാന്യ മനഃശാസ്ത്രം, ജനറൽ സൈക്കോളജി, അതുപോലെ അപസാമാന്യ മനഃശാസ്ത്രം, അബ്നോർമൽ സൈക്കോളജി ഉണ്ട്. അതുപോലെ തന്നെ ശിശു മനഃശാസ്ത്രം, ചൈൽഡ് സൈക്കോളജി ഉണ്ട്. വികാസ മനഃശാസ്ത്രം, ഡെവലപ്മെന്റൽ സൈക്കോളജി, പാരാസൈക്കോളജി, എക്സ്പെരിമെന്റൽ സൈക്കോളജി, പരീക്ഷണ മനഃശാസ്ത്രം. പ്രയോഗ മനഃശാസ്ത്രത്തിൽ നമ്മൾ ആ നേടിയ തത്വങ്ങളെല്ലാം അപ്ലൈ ചെയ്യുന്ന ഇടമാണ് അല്ലേ. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, വിദ്യാഭ്യാസ മനഃശാസ്ത്രം, എഡ്യൂക്കേഷണൽ സൈക്കോളജി, പിതാവാരാണ്? നമ്മുടെ തോണ്ടയൊക്കെയാണ്. അതുപോലെ തന്നെ വ്യാവസായിക മനഃശാസ്ത്രം, സൈനിക മനഃശാസ്ത്രം, അതേപോലെ തന്നെ നമ്മുടെ കുറ്റകൃത്യ മനഃശാസ്ത്രം. അങ്ങനെ ഒരുപാട് മേഖലകളുണ്ട്. ഇനി മനുഷ്യന്റെ ഈ ഒരു മനഃശാസ്ത്ര ചിന്താധാരകളെ കുറിച്ച് കുറച്ച് നിർവചനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ആരായിരിക്കും? കുറെ ആൾക്കാരുണ്ട്. സ്കിന്നർ ഉണ്ട് അല്ലെ. അനുഭവങ്ങളെയും വ്യവഹാരങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം, സ്കിന്നർ പറഞ്ഞു. ഒരു പരിസ്ഥിതിയും വ്യക്തിയും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം, നമ്മുടെ മർഫി പറഞ്ഞു. അതുപോലെ തന്നെ മനുഷ്യബന്ധങ്ങളെയും മനുഷ്യ വ്യവഹാരങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം. നമ്മുടെ ആരാ പറഞ്ഞേ? ആൻസർ നിങ്ങളുടെ തന്നെ മനസ്സിലുണ്ട്. ക്രോ പറഞ്ഞു. മനസ്സിനെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് മനഃശാസ്ത്രം. അതാര് പറഞ്ഞു? നമ്മുടെ റോബർട്ട് എബസൺ പറഞ്ഞു. ഇത്രയും കാര്യങ്ങളെല്ലാം ഓർത്ത് വെക്കണേ. ഇനിയും അതുപോലെ തന്നെ വ്യവഹാരത്തിന്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം, അല്ലെങ്കിൽ വർത്തന ശാസ്ത്രമാണ് മനഃശാസ്ത്രം. നമ്മുടെ ജെ.ബി. വാട്സൺ പറഞ്ഞു. ബോധമണ്ഡലത്തിന്റെ ശാസ്ത്രമാണ് മനഃശാസ്ത്രം എന്ന് അമേരിക്കൻ മനഃശാസ്ത്രജ്ഞനായ വില്യം ജെയിംസ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഒരു ടെക്സ്റ്റിന്റെ പേരും ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി. മറന്നു പോവരുത്. മനഃശാസ്ത്രത്തിന്റെ ആദ്യത്തെ പാഠപുസ്തകമാണ്, മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ടെക്സ്റ്റ് ആണ്. ആൻ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി ആരുടെയായിരുന്നു? അത് വില്യം വൂണ്ടിന്റെ ടെക്സ്റ്റ് ആണ് കേട്ടോ. മനഃശാസ്ത്രത്തിന് ഒരാമുഖം എന്നങ്ങാണ് അത് മലയാളത്തിൽ ചോദിച്ചാലും വില്യം വൂണ്ടാ കേട്ടോ. ആൻ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി എന്നുള്ള പേരിന് പകരം നമ്മുടെ മനഃശാസ്ത്രത്തിന് ഒരാമുഖം ഒന്നും കയറി ചോദിച്ചിട്ടുണ്ട്, നേരത്തെ പണ്ട് ചോദിച്ചിട്ടുണ്ട്. അതാരാണ്? നമ്മുടെ വില്യം വൂണ്ടാണ് അതിന്റെ ആൻസർ. അതുപോലെ തന്നെ നമ്മൾ ആ ഡെഫിനിഷൻസ് എല്ലാം പറഞ്ഞു. നമുക്കറിയാം നമ്മുടെ വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൽ പ്രധാനപ്പെട്ട 3 ഘടകങ്ങൾ: പഠന സന്ദർഭം, പഠിതാവ്, പഠന രീതി. ആദ്യമായി നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ അടുത്തറിഞ്ഞിട്ട് വേണം പഠിപ്പിക്കാൻ. ഞാൻ നിങ്ങളെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ആ ഒരു ആശയം മുന്നിലേക്ക് കൊണ്ടുവന്നത് നമ്മുടെ റൂസോയാണ്. റൂസോയുടെ പ്രധാനപ്പെട്ട ടെക്സ്റ്റിന്റെ പേരാണ് എമിലി. മറന്നു പോകരുത്. അതുപോലെ തന്നെ ജനനം മുതൽ മരണം വരെയുള്ള ഒരു വ്യക്തിയുടെ എല്ലാ തരത്തിലുള്ള പഠന അനുഭവങ്ങളുടെയും ആകത്തുകയാണ്, അവരുടെ ലേണിംഗ് എക്സ്പീരിയൻസിന്റെ ആകത്തുകയാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് നമ്മുടെ ക്രോയാണ്. എത്രയാണ് നമ്മുടെ ആ ഒരു മനഃശാസ്ത്രവുമായിട്ടുള്ള ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ ഭാഗം. അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും നന്നായിട്ട് ഈ ക്ലാസ് കണ്ട് മനസ്സിലാക്കി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. നമ്മൾ നന്നായിട്ട് തന്നെ ഏറ്റവും കൂടുതൽ മാക്സിമം ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനകത്തു നിന്നുള്ള ഏകദേശം ഉള്ള കാര്യങ്ങൾ മാത്രമല്ല, ഇതിനേക്കാളും പുറത്തുള്ള പോയിന്റുകൾ പോലും നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. താങ്ക് യു.